അടുത്തതായി ഈ വേദിയിൽ നടക്കാൻ പോകുന്ന മത്സരം UP വിഭാഗത്തിൻ്റെ നാടോടി നൃത്ത മത്സരമാണ്. നാടോടി നൃത്ത മത്സരത്തിൽ ആദ്യമായി മത്സരിക്കുന്ന ചെസ് നമ്പർ K302.
അടുത്ത ചെസ് നമ്പർ കെ 303. അടിയെ കേളടിയേ തെരുക്കൂത്ത് കേളടിയേ ബലരാമകൃഷ്ണന്മാർ ദേഹം വെടിഞ്ഞതും യാദവകുലം മുച്ചൂടും നശിച്ചതും കേളടിയേ കേളടിയേ ദിന 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 ദിൻ ദിന 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 ദിൻ ദിന ദിന ദിൻ ദിന ദിന ദിൻ ദിന 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 ദിനാം മുസലോ പപാത്ത എന്ന് തെരിയാതാ ഒലക്ക ഇരുമ്പൊലക്ക വീണത്രേ. മഹാഭാരത യുദ്ധം കഴിഞ്ഞു, കാലം 36 തികഞ്ഞു. ദ്വാരകപുരിയിലെത്തി മാമുനി വിശ്വാമിത്രനും കണ്വനും മുനിമാരെ കണ്ടപ്പോൾ യാദവരിൽ ചിലർ പരിഹസിച്ചിടുവാൻ നിനച്ചുകൊണ്ട് പെൺവേഷം കെട്ടിച്ചു ഗർഭിണിയെ പോലെ സാമ്പനെ മുന്നിലായി കൊണ്ടുചെന്നു. ചൊന്നാലും മുനിമാരെ പൂർണ്ണ ഗർഭിണിയാകും ഇവളുടെ സന്തതി ആണോ പെണ്ണോ? ത്രികാലങ്ങൾ അറിയുന്ന മാമുനിമാർ പരിഹാസ ശരമേറ്റ് കോപാന്തരായി യാദവർക്കായി ശാപം ചൊരിഞ്ഞു. ഈ ഗർഭിണിയാം സാമ്പൻ പ്രസവിക്കും ഒരു ഇരുമ്പുലക്ക, യാദവകുലം മുഴുവൻ അതുകൊണ്ടടിച്ചു മരിക്കും. നാളേറെ ചെന്നില്ല, സാമ്പൻ പ്രസവിച്ചു അത്യുഗ്രമായൊരു ഇരുമ്പുലക്ക. രാഗി പൊടിച്ചവർ ഇരുമ്പുലക്ക പൊടിയാക്കി കടലിൽ കലക്കിയത്രേ. രാഗാൻ കഴിയാതെ വന്നൊരച്ചെറുതരി കടലിൽ എറിഞ്ഞവർ തിരിച്ചു വന്നു. തീരത്തു വന്നടിഞ്ഞ പൊടിയെല്ലാം എരകപ്പുല്ലായി വളർന്നു വന്നു. ഇരുമ്പിൻ ചെറുതരി വിഴുങ്ങിയ ഒരു മത്സ്യം ജരയെന്ന വേടന്റെ ചുണ്ടയില. മുറിച്ചപ്പോൾ കണ്ട ഇരുമ്പെടുത്ത വേടൻ അമ്പിൻ തുമ്പിലെ മുനമ്പാക്കി. ആട്ടമായി പാട്ടുമായി കൂത്തുമായി മദ്യപിച്ചു മത്തരായി യാദവന്മാർ പലതും പറഞ്ഞു വഴക്കടിച്ചു വേഗം തമ്മിൽ തമ്മിൽ കൊല്ലാനൊരുങ്ങി. ആയുധമില്ലാതെ വന്ന നേരം ക്ഷണം എരകപ്പുല്ലവർ പറിച്ചെടുത്തു. കഷ്ടം മഹാകഷ്ടം മാറുന്നു പുല്ലത് ഉലക്കയായി. ആഞ്ഞടിച്ചു പരസ്പരം കൊന്നുവീഴ്ത്തി. യാദവകുലം തമ്മിൽ തമ്മിൽ തല്ലി മരിച്ചു. ഏകനായി കൃഷ്ണൻ കാട്ടിലലയവേ ഇരയെന്നു കരുതി ജരയെന്ന വേടൻ ഇരുമ്പിൻ മുന വെച്ചൊരമ്പെയ്തു കണ്ണനെ. ആ കഷ്ടം ഭഗവാനും മരിച്ചു വീണു. പിന്നെ വാനിലേക്കുയർന്നു ലക്ഷ്മിയുമാ. ஐயா அம்மா அத்தா புரிஞ்சுதா? அதுக்கப்புறம் ദ്വാരകപുരിയെല്ലാം കടലിലാണ്ടു പോയി യാദവരെല്ലാം നശിച്ചു പോയി.
തനക്ക് തക്കിട്ട് തനക്ക് തക്കിട്ട് തനക്ക് തക്കിട്ട് ധിംക ധിംക ധിംക. ஆத்தாடி 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 நான் சொல்லும் கதை கேட்டாயோ? இந்த சபையிலே ஒரு காரியம் சொல்ல போறேன். ஆறு நினைச்சாலும் மாറ്റാനാകില്ല ഒരു കാലവും ആ വിധിയും നീനെ. അത് ബ്രഹ്മൻ നിனைச்சாലും മാറ്റാനാകില്ല എന്നും അറിയണം സഭയെങ്കിലേ. എന്നും അറിയണം സഭയെങ്കിലേ. എന്നും അറിയണം സഭയെങ്കിലേ. നാടോടി നൃത്ത മത്സരത്തിന് ശേഷം ഈ വേദിയിൽ അരങ്ങേറുക UP വിഭാഗത്തിന്റെ ഭരതനാട്യ മത്സരമാണ്. ഏയ്, കുഞ്ഞിന് വായുണ്ടോ? വായ്ക്കേറിയ ദൈവം ഇരയും നൽകും. നിറമാറു ചുരത്തും മുമ്പേ, ഏറ്റുനോവണയും മുമ്പേ, ചോരക്കിടാവിനെ വഴിയിലുപേക്ഷിച്ച് കാന്തന്റെ പിന്നാലെ നടന്നൊരമ്മ, പന്തീരു കുലത്തിനെ പെറ്റൊരമ്മ. അന്നൊരു നാളിൽ നിളയുടെ തീരത്ത് ഒഴുകിയെടുത്തൊരു പെട്ടകത്തിൽ ഏഴഴകുള്ളൊരു പെൺകുഞ്ഞ് ആ കാഴ്ച കണ്ടു. നരിപ്പറ്റ മനയിലെ അന്തർജനം. പിഞ്ചിളം പൈതലെ നെഞ്ചോടു ചേർത്തു നരിപ്പറ്റ മനയിൽ കൊണ്ടുപോയി. തലയിലും വയ്ക്കാതെ താഴത്തും വയ്ക്കാതെ കണ്ണിനു കണ്ണായി വളർത്തിയവർ. പഞ്ചമി ചന്ദ്രന്റെ ചേലുമായി പഞ്ചമി പെണ്ണ് വളർന്നു വന്നു. ശ്രേഷ്ഠനാം വരരുചി ഒരു നാൾ നരിപ്പറ്റ മനയിൽ അതിഥിയായി. ആദിത്യമേകുവാൻ മുന്നിൽ വന്ന പഞ്ചമിയെ കണ്ടു മോഹിച്ചു വരരുചി. അവളെ വേണിയായി സ്വീകരിച്ചു നരിപ്പറ്റ മന വിട്ട് പഞ്ചമിയെന്ന്. കാന്തന്റെ പിന്നാലെ യാത്രയായി, ദേശങ്ങൾ തോറും യാത്രയായി. തളർത്തിയ മനസ്സ് വിധിയോട് പൊരുതുവാൻ പടയൊരുക്കി. നാളേറെ കഴിഞ്ഞപ്പോൾ പഞ്ചമി അന്ന് കടിഞ്ഞൂൽ കുരുന്നീന് ജന്മമേകി. മാറോടു ചേർത്തു പാലൂട്ടാൻ നോക്കവേ ക്രൂരമായി എത്തി വരരുചി വാക്കുകൾ. കുഞ്ഞിന് വായുണ്ടോ? വായ്ക്കേറിയ ദൈവം ഇരയും നൽകും. തകർന്ന് കരഞ്ഞു പറഞ്ഞമ്മ, ഉണ്ണിയെ പാലൂട്ടാൻ അനുവദിക്കും. ശില പോലെ കുറച്ച വരരുചിയോ ആരോധനം ഒന്നും കേട്ടതില്ല. 11 പെറ്റിട്ടും ഒന്നിനെ പോലും പാലൂട്ടാനാകാത്ത പറയിപ്പെണ്ണ്. 12-ാം ഉണ്ണിക്ക് വായില്ല എന്ന് കള്ളം പറഞ്ഞു കാന്തനോട്. നെഞ്ചോട് ചേർത്തു പാലൂട്ടാൻ നോക്കവേ ഞെട്ടിത്തരിച്ചുപോയി പഞ്ചമി. 12-ാം ഉണ്ണിക്ക് വായില്ല.
കിട്ടും ഒന്നിനെ പോലും പാലൂട്ടാനാവാത്തൊരമ്മ. 12 മക്കളെ പെറ്റൊരമ്മ, അവൾ പന്തിരുകുലത്തിനെ പെറ്റൊരമ്മ, അവൾ പന്തിരുകുലത്തിനെ പെറ്റൊരമ്മ, അവൾ പന്തിരുകുലത്തിനെ പെറ്റ